ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഫുൾ പ്രൊമോ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം കാണിച്ചത് ശ്രുതി മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ അശ്വം പിടിക്കുന്നതാണ്. അത് വേറൊന്നുമല്ല, അവരൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു തട്ടുകടയിൽ കയറും കേട്ടോ. അപ്പോൾ ആ തട്ടുകടയിൽ കയറുമ്പോൾ അവിടുത്തെ ആ തട്ടുകടയിലെ ഉടമയുടെയും ഭാര്യയുടെയും വിവാഹ വാർഷികമാണ്. അപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് അവർ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതി അവരോട് ചോദിക്കുന്നുണ്ട്, ഫോണും തരാമോ? അതിനെന്താ മോളെ, നിങ്ങൾ ഒളിച്ചോടി പോയി വിവാഹം കഴിക്കാൻ പോണ ആൾക്കാരല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫോൺ വിളിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങളെന്താ എൻ്റെ ഫോൺ യൂസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ആ ശ്രുതിക്ക് ആ കടക്കാരൻ ഫോൺ കൊടുക്കുവാണ്. അങ്ങനെ ശ്രുതി ആ ഫോൺ മേടിച്ചിട്ട് അച്ഛനെ വിളിക്കുന്നുണ്ട്. ഹലോ അച്ഛ, ആ ശ്രുതി മോളെ നീ ഇപ്പോൾ എവിടെയാ? പേടിക്കൊന്നും വേണ്ട അച്ഛാ, ഞാൻ അശ്വിൻ സാറിൻ്റെ കൂടെ തന്നെയുണ്ട്. അശ്വിൻ സാറിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളും, അതിനുവേണ്ടി ഞാൻ പോകുവാണെന്ന് പറയാണ്. ഓ ആയിക്കോട്ടെ. ഹലോ അച്ഛ കേൾക്കുന്നുണ്ടോ? അയ്യോ കേൾക്കുന്നില്ല മോളെ എന്ന് പറയണം. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് എഴുന്നേറ്റ് പതുക്കെ നടന്നു പോകുവാണ്. ആ അച്ഛ ഇപ്പം കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. അച്ഛ ഞാൻ ചിലപ്പോൾ നാളെ ആവട്ടോ എത്തുമ്പോൾ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട. പിന്നെ അമ്മായിരത്തെ ഗ്യാസിന്റെ ഗുളിക കഴിക്കാൻ പറയണം കേട്ടോ എന്നൊക്കെ പറയാണ്. അത് ഭയങ്കര ഒച്ചത്തിലാണ് പറയണത്. അപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ ശ്രുതിനെ തന്നെ നോക്കുക കേട്ടോ. ആ സമയത്ത് അശ്വിന് വല്ലാത്ത നാണം പോലെ തോന്നുകയാണ്. അപ്പോൾ ശ്രുതി വീണ്ടും പറയണം, അമ്മായി ഗ്യാസിന്റെ ഗുളിക കഴിക്കില്ല, അമ്മായിക്ക് എപ്പോഴും ഗ്യാസ് കയറും, അതൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും അശ്വിൻ, അയ്യോ ഇവളൊരു കാര്യം, ഇവൾക്കൊരു ബോധമില്ല എന്താ ഇവിടെ പറയണ്ടേന്ന്. ഹലോ അച്ഛ കേൾക്കുന്നുണ്ടോ? ശ്രുതി ഞാൻ നിന്റെ കാര്യം പറയുമ്പോൾ നീ അമ്മായിയുടെ കാര്യം ഇവിടുത്തെ കാര്യമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രുതി കേൾക്കുന്നില്ലേ? ഹലോ അച്ഛ കേൾക്കുന്നില്ല. അങ്ങനെ ഒരു സ്റ്റെപ്പ് ഒരു ഏണിപ്പടി ഉണ്ടാവും. ആ ഏണിപ്പടി ശ്രുതി കയറുവാണ്. ആ ഇപ്പം കേൾക്കുന്നുണ്ട് മോളെ എന്ന് അച്ഛൻ പറയുമ്പോൾ, ആ എനിക്കും കേൾക്കുന്നുണ്ട് അച്ഛ, ആ സംസാരിച്ചോ, ആ അപ്പം മരുന്ന് കൊടുക്കണം, അച്ഛൻ മരുന്ന് കഴിക്കണം എന്നൊക്കെ പറയണം. അയ്യോ പിന്നെ റേഞ്ച് പോയി മോളെ, കേൾക്കുന്നില്ല. ആ എനിക്കും കേൾക്കുന്നില്ല, ഒരു സെക്കൻഡ് അച്ഛ. പിന്നെ ശ്രുതി 2 പടി കൂടി മുകളിലേക്ക് കയറുവാണ്. അങ്ങനെ 4 പടി മുകളിൽ കയറുമ്പോഴാണ് നമ്മുടെ ശ്രുതിക്ക് പിന്നെ റേഞ്ച് കട്ടായി പോകും കേട്ടോ. അയ്യോ റേഞ്ച് കട്ടായി പോയല്ലോ എന്ന് പറയുമ്പോൾ അശ്വിൻ അടുത്തേക്ക് വന്ന് പറഞ്ഞു, നീ എന്താ കാണിക്കണം, നിലത്തേക്ക് ഇറങ്ങടി. അയ്യോ ഞാൻ ഈ സ്റ്റെപ്പിന്റെ മുകളിലാണ് കയറിയിരിക്കണത്, സോറി സാർ ഞാൻ അറിഞ്ഞില്ല എന്നിങ്ങനെ പറയുക കേട്ടോ. അതിനുശേഷം ശ്രുതി പെട്ടെന്ന് സ്റ്റെപ്പിന് കാല് തെറ്റി നിലത്തേക്ക് വീഴാൻ മുമ്പാണ് അശ്വിൻ ഇങ്ങനെ പിടിക്കുന്നത്. അപ്പോൾ അശ്വിൻ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും അവിടെ അതായത് ആ ഹോട്ടലിൽ വന്നേക്കുന്ന ആൾക്കാരൊക്കെ കൈ അടിക്കും കേട്ടോ. എന്നാ പ്രണയ ജോഡികളുടെ നല്ല അടിപൊളി രംഗം എന്നൊക്കെ പറയണം. അങ്ങനെ കുറച്ചു നേരം ശ്രുതിനെ അശ്വിനെ പൊക്കി പിടിക്കും. പെട്ടെന്ന് എല്ലാവരും കൈ അടിച്ചിട്ട് അതിങ്ങനെ ഭയങ്കര ആഘോഷമാക്കുമ്പോഴേക്കും പെട്ടെന്ന് ശ്രുതിനെ നിലത്തേക്ക് ഇടുവാട്ടോ അശ്വിൻ. അപ്പോൾ തന്നെ ശ്രുതി നിലത്തേക്ക്, അയ്യോ എൻ്റെ നടു ഒടിഞ്ഞേ എന്ന് പറഞ്ഞിട്ട് നിലത്തേക്ക് ഇങ്ങനെ വീഴുന്ന ഒരു ഭാഗമുണ്ട്. ഇത് ശരിക്കും കോമഡി ഉള്ളൊരു ഭാഗമാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.